നിലവിൽ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കൂടിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നല്ലേ, ഇന്ത്യ ഒരു സൂപ്പർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്നു എന്ന വാർത്തകൾ കേട്ടാണ് പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കൂടിയിരിക്കുന്നത്. ഇന്ത്യയുടെ K6 ഹൈപ്പർസോണിക് മിസൈൽ ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ മറികടക്കാൻ ഇതിന് കഴിയും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനെ വല്ലാതെ പിരിമുറുക്കത്തിലാക്കിയിരിക്കുന്നത്. ഓൾറെഡി ബ്രഹ്മോസിന്റെ ശക്തി എന്താണെന്ന് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ രുചിച്ചറിഞ്ഞതാണ്. ഇനിയും അതിനെക്കാട്ടിലും ശക്തമായിട്ടുള്ളൊരു മിസൈലിൻ്റെ പരീക്ഷണം ഇന്ത്യയുടെ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലാണ് എന്നിരിക്കെ തന്നെ പാകിസ്ഥാൻ ഇത് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയായിട്ടാണ് കാണുന്നത്. ഇന്ത്യ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനുമായിട്ടുള്ള സമീപകാല സംഘർഷവും ചൈനയുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ശീതയുദ്ധവും രാജ്യം പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ വ്യോമശക്തി പ്രകടിപ്പിച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡ്രാഗണിൻ്റെ, അതായത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കണക്കിലെടുത്ത് നാവിക ശക്തി ഇപ്പോൾ ശക്തിപ്പെടുത്തുന്നതിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇന്ത്യ നാവികസേനയുമായി അല്ലെങ്കിൽ നാവികസേനയ്ക്കായി ഒരു ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. K6 ഹൈപ്പർസോണിക് മിസൈൽ അന്തർവാഹിനി വിക്ഷേപണത്തിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മിസൈലാണ്. അതിൻ്റെ പരീക്ഷണങ്ങൾ വളരെ വേഗം നടക്കുകയാണ്. ഹൈപ്പർസോണിക് മിസൈൽ ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ മറികടക്കാനുള്ള കഴിവ് ഹൈടെക് എഞ്ചിൻ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയെ US, റഷ്യ, ചൈന, ഫ്രാൻസ്, UK തുടങ്ങിയ ശക്തമായിട്ടുള്ള രാജ്യങ്ങളുടെ ക്ലബിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ആണവായുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള K6 മിസൈൽ ചൈനയ്ക്കും പാകിസ്ഥാനും മുകളിൽ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് മുൻതൂക്കം നൽകും എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ മുൻ ബ്രഹ്മോസ് പ്രോജക്റ്റ് ശാസ്ത്രജ്ഞരായിട്ടുള്ള അദ്ദേഹം പറയുന്നത് K6SLBMൻ്റെ വേഗത അതിൻ്റെ ശക്തിയാണ്. അത് റഡാറുകളിൽ കണ്ടെത്താനാകാത്തതാകുന്നു എന്നുള്ളതാണ്. ഈ മിസൈൽ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഇതിന് 7.5 മാച്ച്, അതായത് ഏകദേശം 9261 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.